ഹലോ, വെൽക്കം ടു മൈ ചാനൽ റെസിൻ കിച്ചൺ ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 2 സ്പെഷ്യൽ റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ചിക്കൻ നഗറ്റ്സ് ആൻഡ് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ നഗറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം 1/2 കിലോഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനെ കുറച്ച് വെള്ളവും അല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. അതിനുശേഷം ആ വേവിച്ച വെള്ളം, അതായത് ചിക്കൻ സ്റ്റോക്ക്, ഒരു ബൗളിലേക്കാക്കി മാറ്റി വെക്കുക. ഇനി വേണ്ടത് 1/4 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേണ്ടത് ഒരു മുട്ട, പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മൈദയും കോൺഫ്ലവറും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, ചിക്കൻ സ്റ്റോക്ക്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ചിക്കൻ വേവിച്ച വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഈ ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് ഈ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ മിക്സ് അധികം ലൂസായി പോവാതെ തയ്യാറാക്കണം. പിന്നെ അതിനുശേഷം ചിക്കൻ വേവിച്ചതെടുത്ത് ഓരോന്നും ഈ കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെക്കുക. അങ്ങനെ മുഴുവൻ പീസും ഈ കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് വെച്ച് ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ തിളച്ച് വരുമ്പോൾ ഈ മുക്കി വെച്ചിരിക്കുന്ന, അതായത് ഈ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും എണ്ണയിലിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അധികം ഫ്രൈ ചെയ്യാൻ പാടില്ല, ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാ ചിക്കൻ നഗറ്റ്സും ഞാൻ അതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ ഇതൊരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായി ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം 1/2 കിലോഗ്രാം പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തത്, ഒരു 100 ഗ്രാം പഞ്ചസാര, ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 50 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം പട്ടയും 3 ഗ്രാമ്പും കൂടെ പൊടിച്ചത്, ഒരു കപ്പ് വിനിഗർ, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഗ്രാമ്പൂ പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് സ്റ്റൗവിൽ വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പം നല്ലോണം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി സ്റ്റെയിനറിലേക്ക് മാറ്റി അരിച്ചെടുക്കുക.
ഞാനിത് മുഴുവനും അരിച്ചെടുത്ത്. ഇനി വേണ്ടത് ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് പഞ്ചസാരയും വിനീഗറും ചേർത്ത് സ്റ്റൗവിൽ വെച്ചൊന്ന് അധികം ചൂട് വേണ്ട, ഒരു ചെറിയ ഫ്ലെയിമിൽ ഇതിന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ചെറുതായി ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി ഇത് സോസിൻ്റെ പാകമായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തത് തണുക്കാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇത് നല്ല സോസിൻ്റെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ബോട്ടിലായി സൂക്ഷിച്ച് വെക്കുക. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും, കളർ അത്ര മാത്രം ഉണ്ടാവില്ല എന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഈ സോസ് ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 2 ഡിഷസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.